ആരാ ബെറ്റിന്ന് യൂട്ടേൺ അടിച്ചത്? ആരടിച്ചത്? ബെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അല്ല 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 അത് നിങ്ങളെ വാർത്ത എടുത്ത് കേൾക്കൂ. ഞാൻ ബെറ്റിനെ എങ്ങോട്ടേക്കാ ക്ഷണിച്ചത്? ഞാൻ മുഹമ്മദ് റിയാസിനെ കോഴിക്കോട് പ്രസ് ക്ലബിലേക്കാ ക്ഷണിച്ചല്ലേ? എന്തിനാണ്? അഗ്രിമെന്റ് എഴുതാൻ. ഞാൻ തോറ്റാ ഞാൻ മൊട്ടയടിക്കണം, അദ്ദേഹം തോറ്റാ അദ്ദേഹം മൊട്ടയടിക്കണം. ഞാനൊരു കമ്മലും കൂടെ ഇടാന്ന് പറഞ്ഞു. പുള്ളിക്ക് അതിന് ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ കമ്മൽ ഒഴിവാക്കി കൊടുക്കാന്ന് പറഞ്ഞു. അല്ല അങ്ങനെ അല്ല, അതൊന്നും എനിക്കറിയില്ല. കമ്മൽ ഞാൻ പുള്ളിക്ക് ഒഴിവാക്കി കൊടുക്കാന്ന് പറഞ്ഞു. ഞാൻ ഒറ്റ കാര്യം, പത്രമാധ്യമങ്ങൾ നമ്മൾ കോഴിക്കോടത്തെ എല്ലാവരും കൂടെ ഇവിടെ ഉണ്ടല്ലോ, ഞാൻ നിങ്ങളോട് മുഹമ്മദ് റിയാസിനെ ഇത്രയും കോൺഫിഡൻസിലാണല്ലോ സംസാരിക്കുന്നത്, വെല്ലുവിളിക്കുന്നു 65,000 അല്ലേ? അപ്പോ എന്റെ വെല്ലുവിളി ആ പറയുന്ന ആത്മവിശ്വാസത്തിൽ സത്യസന്ധമായിട്ടാണ് ബേപ്പൂരിലെ വോട്ടർമാരോട് അദ്ദേഹം പറയുന്നെങ്കിൽ, കോഴിക്കോട് പത്രമാധ്യമങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ പ്രസ് ക്ലബിൽ ഇരുന്നിട്ട് ഞാനൊരു അഗ്രിമെന്റിന് തയ്യാറാണ്. ബേപ്പൂരിൽ ഞാൻ പരാജയപ്പെട്ടാൽ കിഡ്സൺ കോർണർ തൊട്ട് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ വരെ ഞാൻ മൊട്ടയടിച്ചിട്ട് കാതിൽ 2 കമ്മലിട്ട് നടക്കാം. മുഹമ്മദ് റിയാസിനെ വെല്ലുവിളിക്കുക. മൊട്ടയടിച്ച് കാതിൽ 2 കമ്മലുമിട്ട് കിഡ്സൺ കോർണറിൽ നിന്ന് ആരംഭിച്ച് മിഠായി തെരുവിലൂടെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ വരെ പോകാൻ തയ്യാറാ. മുഹമ്മദ് റിയാസ് കമ്മലിടണ്ട, മൊട്ടടിക്കാൻ തയ്യാറുണ്ടോ? വെല്ലുവിളിയാണ്. പറഞ്ഞു പോയാ പോരാ. അപ്പോ ഈ ആളുകളോട് ഈ പറഞ്ഞു വരുന്ന എന്താ പറയാ, അവര് ഉണ്ടാക്കി കൊണ്ടുവരുന്ന ആ ഒരു കാര്യമുണ്ടല്ലോ, അത് അദ്ദേഹത്തിന് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അദ്ദേഹം വരട്ടെ. ഞാൻ റെഡിയാണ്. എവിടെയാ റെഡി? കോഴിക്കോട് പ്രസ് ക്ലബിൽ എഴുതി ഒപ്പിടാം. വെറുതെ പറഞ്ഞു പോവില്ല. മൊട്ടയടിക്കുക മാത്രമല്ല, കമ്മലിടും. കമ്മൽ അദ്ദേഹത്തിന് ഒഴിവാക്കി കൊടുക്കുക. മൊട്ടയടിച്ചാൽ മതി. തയ്യാറുണ്ടോ? അല്ല, അതൊരു വ്യക്തിപരമായ അധിക്ഷേപം തന്നെ അദ്ദേഹം നടത്തുന്നത്. മുഹമ്മദ് റിയാസ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്ന അധിക്ഷേപം എന്താ? ഒരു വ്യക്തിക്കെതിരല്ല. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് UDF അധികാരത്തിൽ വരും എന്ന് ഇവിടെ ചർച്ച നടക്കുന്നത് UDF നേതാക്കന്മാർക്ക് പിരിവ് നടത്താനാണ്. നാട് മുഴുവൻ പിരിവ് നടത്താണ് UDFന്റെ സ്റ്റേറ്റ് ലീഡർഷിപ്പ്. ഇവിടെ ഞങ്ങൾ അധികാരത്തിൽ വരും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കണ്ടല്ലോ അത്. അപ്പൊ കേരളത്തിലെ മുഴുവൻ മാന്യന്മാരായ UDFന്റെ നേതാക്കന്മാരും ഇങ്ങനെ വളഞ്ഞ വഴിയിൽ പിരിവ് നടത്തി പോവുക എന്ന് വ്യക്തിഹത്യ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേ മന്ത്രിയുടെ ആഫീസിലെ സെക്രട്ടറി ആയിരുന്നു IAS കാരനായ ബിജു പ്രഭാകരൻ, PWയുടെ. അദ്ദേഹം എന്താ പറഞ്ഞ്? ഒരൊറ്റ വർക്കിൽ 65 കോടി രൂപ മൂക്കിൽ വലിച്ചു ഈ മന്ത്രി. 91 ദിവസമാണ് എനിക്ക് പ്രവർത്തിക്കാൻ സാധിച്ചത്. എന്നെ മാറ്റി ഈ അഴിമതി കണ്ടിട്ട്. അങ്ങനെ ഈ സമൂഹത്തെ മുഴുവൻ കൊള്ളയടിച്ച വ്യക്തി ഈ നാട്ടിലെ ഉത്തരവാദിത്തപ്പെട്ട മാന്യന്മാരായ UDF ലീഡർഷിപ്പിനെ മുഴുവൻ കള്ളന്മാരും വളഞ്ഞ വഴിയിൽ പണം പിരിക്കുന്നവരും ഒക്കെയാണ്. അപ്പൊ ആരവിടെ വ്യക്തിഹത്യ നടത്തുന്നത്?